ഇവർ വിവാഹിതരായാൽ എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൗഭാഗ്യപുരം തറവാട്ടിൽ കല്യാണ തിരക്കുകൾ തുടങ്ങിയിരിക്കുകയാണ്. വെറും 7 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആർക്കും തന്നെ ഒരു സമാധാനം നൽകുന്നില്ല. തറവാട്ടിൽ ആദ്യമായി വരുന്ന കല്യാണമാണ്. പേരക്കുട്ടികളായിട്ടുള്ള ആദ്യത്തെ കല്യാണം. അച്ഛനമ്മമാരുടെ കല്യാണത്തോടു കൂടി തറവാട്ടിലെ വിവാഹങ്ങളൊക്കെ അവസാനിച്ചൊരു വഴിക്ക് നിൽക്കുകയായിരുന്നു. ഇനിയും വീണ്ടും കല്യാണങ്ങളുടെ തിരക്കിലാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശി മോഹനൻ, അതായത് നമ്മുടെ അജയുടെ അച്ഛനോട് പറയുന്നുണ്ട്, നീ കുറച്ചും കൂടി ഉഷാറായി നിൽക്കണം. നീ ഇങ്ങനെ തണുപ്പമട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനേക്കാളും വലിയ ഉഴപ്പായിരിക്കുമെന്നൊക്കെ. അങ്ങനെ സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും ഒക്കെ മുത്തശ്ശി തന്നെ മുന്നിൽ നിന്ന് എല്ലാത്തിനും നേതൃത്വം നൽകുകയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മുടെ അജയ് നിന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. അതേ താല്പര്യക്കുറവ് തന്നെ എല്ലാ കാര്യത്തിലും അജയ് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഗോൾഡ് എടുക്കാനുള്ള അടുത്ത ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. വളരെ സന്തോഷം തന്നെ. എല്ലാവരും കൂടിയും ഗോൾഡ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അഞ്ജന ഒരുപാട് നിർബന്ധിക്കുകയും അവളുടെ ഒരു വാശിയും ഒരു സാമർഥ്യവും ഒക്കെ അജയ്ക്ക് നേരെ അവൾ ഇറക്കുന്നുണ്ട്. ഗോൾഡ് എടുക്കാൻ പോകണം, ഗോൾഡ് എടുക്കാൻ നീയും കൂടിയും വരണം, നീ സെലക്ട് ചെയ്യുന്ന ഗോൾഡ് ഞാൻ സ്വീകരിക്കുകയുള്ളൂ, ഞാൻ അണിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് വേണം പട്ടെടുക്കാൻ പോവാൻ, കല്യാണ വസ്ത്രങ്ങൾ എടുക്കാൻ പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ സംസാരിക്കുന്നത് പോയിട്ട് അവളെ കാണുന്നത് പോലും അജയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അജയ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിൻ്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്തോളണം, എൻ്റെ ഒരു ശല്യവും നിനക്ക് ഉണ്ടാവില്ലല്ലോ, എന്തിനാണ് നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തതെന്നൊക്കെ അജയ് ഇങ്ങനെ ചോദിക്കുമ്പോഴും, നീ എൻ്റെ ഭർത്താവാൻ പോവുകയാണ്, ഞാൻ നിൻ്റെ ഭാര്യയാവാൻ പോവുകയാണ്, ഇനി നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാതെ തുറന്ന് പറയണം, ഇനി നിൻ്റെ ഇഷ്ടങ്ങളായിരിക്കും എൻ്റെ ഇഷ്ടങ്ങളെന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അജയ്ക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ അജയ്യെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് തന്നെ പോയി സ്വർണ്ണം എടുക്കാമെന്ന് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന സംഗീത പറയുന്നുണ്ട്. സംഗീതയ്ക്ക് അറിയാലോ തൻ്റെ മകൻ്റെ മനസ്സെന്താണെന്ന്. ആദ്യത്തെ സംഗീതയുടെ വാക്ക് അവൾ തീരെ കേൾക്കുന്നില്ല. പറ്റില്ല, അജയ് വേണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സംഗീത അവസാനം പറയുന്നുണ്ട്, നമ്മൾക്ക് പോവാം, അജയോട് അവിടേക്ക് വരാൻ പറയാം. ഇപ്പോൾ നമുക്കൊപ്പം പോവാനായിട്ട് അവന് താല്പര്യമില്ലല്ലോ, അതെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് സമ്മതമായി. ലോക പൊട്ടത്തി തന്നെ, അവൻ ഇത്രയും നേരം വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരാളുടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതങ്ങനെ സംഗീത പറയുന്നത് അവൾ അംഗീകരിക്കുകയാണ് കേട്ടോ. അജയോട് അവൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഗോൾഡ് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഗോൾഡിൻ്റെ ജ്വല്ലറി ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പോവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അജയ് അവളോടൊന്നും പറയാതെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഗീതയോട് അവൾ ചോദിക്കുന്നുണ്ട്, അപ്പച്ചി അവൻ വരത്തില്ലേ, അതോ ഇനി നമ്മളെ പറ്റിച്ചതാണോ എന്നൊക്കെ. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, മോള് പോയി റെഡി ആവാൻ നോക്ക്, നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം, അതിനിടയ്ക്ക് നമുക്ക് അവനെ വിളിക്കാം, അപ്പോൾ അവൻ അവിടേക്ക് വന്നോളൂല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി, മുത്തശ്ശി അടക്കം എല്ലാവരും കൂടി ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള പോവാൻ തയ്യാറെടുപ്പിലാണ്. മുറ്റത്ത് കാറ് വന്ന് കിടക്കുന്നുണ്ട്. അവരുടെ കാറ് തന്നെ പോർച്ചിൽ നിന്നും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിടുന്നുണ്ട്. എല്ലാവരും 2 കാറുകളിലായിട്ട് കയറിയിരിക്കുന്നുണ്ട്. അവർ നിർദ്ദേശിച്ച പ്രകാരം ആ ജ്വല്ലറിയിലേക്ക് തന്നെ കാറ് പോവാണ്. അങ്ങനെ ജ്വല്ലറിയിൽ കയറി വളരെ തിരക്കിട്ട പർച്ചേസിലാണ് പറയുന്ന ബാംഗിൾസ്, നെക്ലേസ്, ചെയിൻസ്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് സംഗീതയോട് സ്വകാര്യ രൂപേണ നമ്മുടെ ഭവാനി പറയുകയാണ്, നീ സംഗീതയൊന്ന് സോപ്പൊക്കെ ഇട്ട് നിന്നോ, നിനക്കിഷ്ടമുള്ളതല്ല, സംഗീതയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നീ ഗോൾഡ് എടുക്കുന്നതെന്നൊക്കെ നീ കുറച്ചൊന്ന് അവളെ കാണിക്കുന്ന രീതിയിലൊക്കെ പ്രകടിപ്പിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, അതിനൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ട് വേണോ, അതൊക്കെയല്ലേ ഞാൻ ഈ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അവരുടെ പൈസ തന്നെയല്ലേ അമ്മേ എന്നൊക്കെ അമ്മയും മകളും കൂടി കുശു പറയുന്നതൊക്കെ സംഗീത കേൾക്കുന്നുണ്ട്. അപ്പോൾ സംഗീത മനസ്സിലാവുന്നില്ല, അവരെന്തോ സ്വകാര്യമായിട്ട് പറയുകയാണ്. അപ്പോൾ സംഗീത ഇത് ശ്രദ്ധിക്കുമ്പോൾ സംഗീത ചോദിക്കുന്നുണ്ട്, എന്താണ് അഞ്ജന പറയുന്നത് ഭവാനി എന്ന് ചോദിക്കുമ്പോൾ ഭവാനി പറയുകയാണ്,
അതൊന്നുമില്ല സംഗീതേ, അവളെന്തോ ഹിപ്പ് ചെയിൻ എന്തോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ. അത് തന്നെ അവളന്ന് വിവാഹത്തിൻ്റെ അന്ന് അണിയുള്ളൂ എന്ന്. അതിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കണം പോലും. അതൊക്കെ പറഞ്ഞു നിൽക്കുകയാണെന്ന് പറയുകയാണ്. സംഗീത ഉടനെ തന്നെ ഒരു സെയിൽസ് ഗേളിനെ വിളിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഒന്നിവിടെ വരുമോ, ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇവളുടെ മനസ്സിൽ എന്തോ ഒരു ഡിസൈൻ, ഹിപ്പ് ചെയിനെ കുറിച്ചൊരു ഡിസൈൻ അവളുടെ മനസ്സിലുണ്ട്. നിങ്ങളിവിടെയുള്ള ഹിപ്പ് ചെയിൻസിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് അവളെ കാണിക്കൂ, അല്ലെങ്കിൽ അവൾ പറയുന്ന മോഡലിൽ പണിത് ഞങ്ങൾക്കൊന്ന് തരാമോ, ഞങ്ങളുടെ വിവാഹം ഇന്ന ദിവസമാണ്, ആ ദിവസത്തിനുള്ളിൽ ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ സെയിൽസ് ഗേൾ പറയുകയാണ്, ഇവിടെ ഓൾമോസ്റ്റ് ഹിപ്പ് ചെയിൻ്റെ കളക്ഷൻസ് ഉണ്ട് മാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ചെയ്ത് തരാം. മാഡം എൻ്റെ ഒപ്പം പോന്നോളൂ, ആ ഭാഗത്തായിട്ടാണ് ഹിപ്പ് ചെയിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഭവാനിയെ നോക്കുകയാണ് അഞ്ജനയുടെ മനസ്സിൽ അങ്ങനെ യാതൊരു ഡിസൈനും ഇല്ലല്ലോ. ഭവാനിയുടെ മനസ്സിൽ തോന്നിയത് ഭവാനി അപ്പം അങ്ങനെ വായ തുറന്നങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഭവാനി അവളെ കണ്ണടച്ച് കാണിച്ചിട്ട് തല കൊണ്ടൊരു ആക്ഷനും കൂടി കാണിക്കുന്നുണ്ട്. കൂടെ അങ്ങ് പൊയ്ക്കോളൂ, ഒക്കെ ഫ്രീ അല്ലേ, എന്താണെന്ന് വെച്ചാൽ എടുത്തോ എന്നൊരു ഭാവത്തിൽ. അപ്പോൾ അഞ്ജന ആ സെയിൽസ് ഗേളിനൊപ്പം പോകുന്നതിന് മുമ്പായിട്ട് സംഗീതയോട് പറയുകയാണ്, അപ്പച്ചി ഞാൻ പോയിട്ട് ഹിപ്പ് ചെയിൻ നോക്കിയിട്ട് വരാം. അപ്പച്ചി അപ്പോഴേക്കും എനിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാംഗിൾസ് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, എനിക്ക് സിമ്പിൾസൊക്കെയാണ് ഇഷ്ടം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വലിയ ആളായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഭവാനിയും അപ്പോൾ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് അങ്ങനെ ഓർണമെൻറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. സംഗീത, നീ കാണുന്നതല്ലേ, അവൾ അങ്ങനെ ഇമിറ്റേഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള ജ്വല്ലേഴ്സ് അല്ലേ യൂസ് ചെയ്യാറ്, നീ ഒരുപാടൊന്നും ഗോൾഡൊന്നും അങ്ങനെ എടുത്തു വെക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഗീതയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സംഗീത വളരെ സിമ്പിള് ഇന്നസെൻ്റ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾ പറയുകയാണ്, സംഗീത പറയുന്നുണ്ട്, നമുക്ക് അവരൊരാളൊക്കെ അല്ലേ ഉള്ളൂ, അവരിട്ട് കാണണമെന്നും അണിഞ്ഞു കാണണം എന്നൊക്കെ അല്ലേ നമ്മുടെ ആഗ്രഹം, നമുക്കെടുക്കാം. അന്നത്തെ ദിവസം നമ്മുടെ ഇഷ്ടമാണ് അവർ അതൊക്കെ അണിഞ്ഞു കാണണമെന്ന്, ആ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വേണം അവളെ നമുക്ക് അണിയിച്ചൊരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംഗീത ഒരുപാട് ഗോൾഡ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് അഞ്ജന സെയിൽസ് ഗേളിനൊപ്പം പോയിട്ട് പെട്ട് അമ്മയുടെ വായിലിരിക്കുന്ന നാവ് വെറുതെ വെച്ചാൽ മതിയായിരുന്നു, ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ എന്തെടുക്കാനാ, എന്തായാലും വന്നതല്ലേ, 1-2 സെലക്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ അഞ്ജന വളരെ സന്തോഷത്തിലാണ്. അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടാണ്ടിരിക്കുകയാണ്. സൗഭാഗ്യപുരം തറവാടിൻ്റെ ഭാവിയിലെ അവകാശിയാണ് താൻ. അതിലേറെ താൻ മോഹിച്ച ആളിനെ നിസാര ദിവസങ്ങൾ കൊണ്ട് തൻ്റെ കൈക്കുള്ളിലേക്ക് ആക്കാം. തൻ്റെയും തൻ്റെ അമ്മയുടെയും തടവറയിൽ അജയ്യെ അങ്ങ് ആക്കി വെച്ചാൽ എല്ലാ കാലവും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് തനിക്ക് സ്നേഹവും പരിഗണനയും തരാൻ പോവുകയാണ് അജയ് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട്. അങ്ങനെ അവൾ നിന്നിട്ട് ഹിപ്പ് ചെയിൻസൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹിപ്പ് ചെയിൻ എടുത്ത് തൻ്റെ ഹിപ്പിലേക്ക് വെച്ച് മിററിലേക്ക് നോക്കുകയാണ് അഞ്ജന. ഇതേ സമയമാണ് അഞ്ജന മിററിൽ കണ്ട രൂപം കണ്ട് ആകെ ഒന്ന് ഷോക്കായിപ്പോയി. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് മിററിൽ കണ്ട ആ രൂപം സത്യമാണോ എന്നറിയാൻ. എന്നാൽ പെട്ടെന്ന് അഞ്ജനയുടെ മുമ്പിൽ നിന്നും ആ രൂപം അങ്ങ് മാറിപ്പോയി കേട്ടോ. മിററിൽ കണ്ട രൂപം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അഞ്ജന കാണുന്നുണ്ടായിരുന്നില്ല. അഞ്ജനയ്ക്ക് തനിക്ക് തോന്നിയതാവും, ആ ഫോട്ടോയിൽ കണ്ട രൂപമല്ലേ, താൻ ഇതുവരെ അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടിട്ടുമില്ലല്ലോ, അപ്പോൾ തനിക്ക് തോന്നിയതാവും എന്നൊക്കെ അഞ്ജന ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അഞ്ജന വീണ്ടും അതേ സന്തോഷം വീണ്ടും കൈവരിക്കുകയാണ്. താൻ വീണ്ടും ആ ഹിപ്പ് ചെയിൻസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് 1-2 അവൾ സെലക്ട് ചെയ്ത് തൻ്റെ അമ്മയും അപ്പച്ചിയൊക്കെ ഇരിക്കുന്നിടത്തേക്ക് ആ ഹിപ്പ് ചെയിനൊക്കെ ആയിട്ട് വരുന്ന സമയത്താണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഒരു പെൺകുട്ടി നടന്നു കയറുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സ്ത്രീയെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴേക്കും അവർ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. അപ്പോഴും അവളുടെ കൺവെട്ടത്ത് നിന്നും ആ രൂപം മാഞ്ഞുപോയി. അപ്പോഴും അവൾക്ക് തനിക്ക് തോന്നിയതാവാം എന്ന് കരുതി. പക്ഷേ പഴയ പോലെ അവളുടെ ആ സന്തോഷം അവൾക്ക് സ്വീകരിക്കാൻ, അതായത് തിരിച്ചു കൊണ്ടുവരാൻ അവൾക്ക് കഴിയുന്നില്ല. വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി.
തോന്നലായിരിക്കുമോ? തോന്നാൻ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ ഒരേപോലെ തോന്നുമോ? എന്നാൽ അവളത് വിട്ടുകളയാൻ തയ്യാറായില്ല. അവളവരോട് വെറുതെ ചോദിക്കുകയാണ്, മുകളിൽ ഡയമണ്ടിൻ്റെ കളക്ഷനല്ലേ, ഞാനൊന്ന് പോയി നോക്കിക്കോട്ടെ എന്ന്. സംഗീത പറയുന്നുണ്ട്, ഡയമണ്ട് കളക്ഷൻ നോക്കാൻ നമ്മൾ പോവാൻ നിൽക്കുകയായിരുന്നു. വേണ്ട അപ്പച്ചി, എനിക്ക് ഒരുപാടൊന്നും വേണ്ട. എനിക്ക് ചെറിയൊരു ചെയിൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, റിസപ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ തനിയെ പോയി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജന മുകളിലേക്ക് കയറി പോവുകയാണ്. എന്നാൽ അവിടെ ചെന്ന് ആ രൂപം സത്യമാണെന്ന് മനസ്സിലാക്കുകയാണ് അഞ്ജന. അതെ, അത് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ അജയുടെ നയന തന്നെയായിരുന്നു. നയന മറ്റൊരു സ്ത്രീക്കൊപ്പം ഇരുന്ന് റിങ്ങുകൾ സെലക്ട് ചെയ്യുകയാണ്. ഒരേന്നെടുത്ത് തൻ്റെ കയ്യിലേക്ക് അണിഞ്ഞു നോക്കുന്നുണ്ട്, കറക്റ്റാണോ എന്ന് അവൾ കൂടെ ഇരിക്കുന്ന സ്ത്രീയോടും മറുവശത്തിരിക്കുന്നൊരു പുരുഷനോടും അവൾ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുമോ? താനൊരു കാലത്ത് മരിച്ചു എന്ന് വിശ്വസിക്കുന്ന നയന തന്നെയാണോ? അജയ് കാണാതായി എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയം പോലെ കൊണ്ടു നടക്കുന്ന നയന തന്നെയാണോ ഇതെന്നൊക്കെ അഞ്ജന ഇങ്ങനെ നിന്ന് വല്ലാതെ വിയർക്കുകയാണ് കേട്ടോ. പെട്ടെന്നൊരു സെയിൽസ് ഗേൾ വന്നിട്ട് അഞ്ജനയോട്, മാഡത്തിന് എന്തെവിടെ നോക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അഞ്ജനയ്ക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ പറയാനായിട്ട്. അഞ്ജന കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, ഒന്നുമില്ലെന്ന്. അത് പറഞ്ഞ് പെട്ടെന്ന് അഞ്ജന താഴേക്ക് ഇറങ്ങുകയാണ്. അഞ്ജന വെട്ടി വിയർത്തുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. വളരെ പരിഭ്രാന്തിയോടുകൂടി ഇറങ്ങി വരുന്ന അഞ്ജനയെ കണ്ടിട്ട് സംഗീതയും ഭവാനിയും ഒക്കെ അതിശയിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അഞ്ജനയുടെ അവസ്ഥ വളരെ മോശം തന്നെയാണല്ലോ. കാരണം സംഗീതയുടെ മുമ്പിൽ വെച്ചോ തനിക്ക് തൻ്റെ അമ്മയോട് ഇതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ തൻ്റെ അമ്മയെ മാറ്റി നിർത്തി കൊണ്ടുപോവാതല്ലാതെ അഞ്ജനയ്ക്ക് വേറെ രക്ഷയൊന്നും കാണുന്നില്ല. അഞ്ജന പതിയെ ചെന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന്. സംഗീത കേൾക്കെ ഒന്നും പറയാൻ പറ്റാഞ്ഞിട്ടാണെന്ന് ഈ പറയുന്ന ഭവാനിക്കൊട്ട് മനസ്സിലാവുന്നില്ല. എന്താടി, എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും അവിടെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അങ്ങ് എടുത്തോ, അതിലിപ്പോൾ എന്താ കുഴപ്പം? നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഞാനായാലും പർച്ചേസ് ചെയ്ത് തന്നിരിക്കും എന്ന് പറയുമ്പോൾ സംഗീത പറയുന്നുണ്ട്, ഇതൊക്കെ എടുക്കാമെങ്കിൽ അവൾ ആ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതുകൂടി പർച്ചേസ് ചെയ്യാനുള്ള ശേഷിയൊക്കെ ഇപ്പോൾ തൽക്കാലം നമ്മൾക്കുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. നീ അവളുടെ ഒപ്പം പോയിട്ട് എന്താണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അങ്ങ് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത ഭവാനിയെ അഞ്ജനയ്ക്കൊപ്പം പറഞ്ഞു വിടാണ് കേട്ടോ. ഭവാനിയെ പിടിച്ചു വലിച്ചാണ് അങ്ങ് നീക്കി നിർത്തുന്നത്. അമ്മയ്ക്ക് ഞാൻ വിളിച്ചാലൊന്ന് വന്നാലെന്താ? വെറുതെ അങ്ങ് ഞാൻ വിളിക്കത്തില്ലെന്ന് അമ്മയ്ക്കറിയാലോ എന്നൊക്കെ അഞ്ജന ഇങ്ങനെ പെറുപെറുത്ത് പറയാൻ തുടങ്ങി. ഭവാനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനിപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നീ വളരെ കൂളായിട്ടാണല്ലോ ഡയമണ്ട് സെക്ഷൻ നോക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത്. ഞാനത്ര കൂളായിട്ടൊന്നും അല്ല പോകണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കയറിപ്പോയത്. എനിക്ക് ഒരാളെ കണ്ടു, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് കയറിപ്പോയത്. അല്ലാതെ അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ ഡയമണ്ട് കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല ഞാൻ അവിടേക്ക് പോയത്. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഭവാനി അവളിങ്ങനെ തുറച്ചു നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നീ എന്തൊക്കെയോ വാലും തുമ്പില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ. ഭവാനി അഞ്ജനയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഭവാനിക്ക് മനസ്സിലായി. ഭവാനി അവളുടെ മുഖത്തൊക്കെ തടവിയിട്ട് പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നിൻ്റെ ഏത് പ്രശ്നം സോൾവ് ചെയ്യാൻ നിൻ്റെ അമ്മയില്ലേ? നീ എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് പറയുന്നു. അഞ്ജന ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഭവാനിയോടായി പറയുകയാണ്, അമ്മ മുകളിൽ ഡയമണ്ട് സെക്ഷനിൽ ആ നൈനയെ ഞാൻ കണ്ടു. ഇത് പറഞ്ഞതും ഭവാനിക്കൊരു ഷോക്കാണ് വന്നത്. പെട്ടെന്ന് ഭവാനി നൈനയോ എന്ന് ചോദിച്ചു. അഞ്ജന തിരിച്ച് അതേ എന്ന് മറുപടി പറഞ്ഞു. അതേ അമ്മേ, നൈന തന്നെ, ഞാൻ കണ്ടതാ. പെട്ടെന്ന് ഭവാനി അങ്ങ് കൂളായി. ഇല്ല മോളെ, ഒരിക്കലുമില്ല. നീ കണ്ടത് നൈനയെ ആയിരിക്കില്ല, നിനക്ക് തോന്നിയതാവും. അങ്ങനെ ഒരാൾ നീ ഭൂമിയിൽ ഇല്ല. അമ്മയ്ക്ക് എന്ത് ഇത്ര ഉറപ്പ്? നിനക്കറിയാലോ, വർഷങ്ങളായിട്ട് അജയ് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് ഈ പറയുന്ന നൈന. അതെല്ലാം പോരാഞ്ഞിട്ട് ഞാനും ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഈ ഭൂമിയിൽ ഞാനും അവനോ കണ്ടെത്തിയിട്ടില്ല. എൻ്റെ കാര്യം പോട്ടെ,
അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അജയ് എന്നേ പൊക്കി പിടിച്ച് അവളെയും കൊണ്ടിങ്ങ് വന്നേനെ. ഈ വിവാഹത്തിനൊക്കെ അവൻ ശരി തന്നെ, അവൻ്റെ സമ്മതമൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് പോലും അവൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഭവാനി ഇങ്ങനെ പതിയെ അടഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ്. അമ്മേ, ഞാൻ കണ്ടതാണ്, എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഈ താഴെ നിന്നുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ട് അത് അവൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയമണ്ട് സെക്ഷനിൽ നിന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയത്. അല്ലാതെ എനിക്ക് ഡയമണ്ടിനോട് മോഹം തോന്നിയിട്ടൊന്നുമല്ല ഞാൻ കയറിപ്പോയതെന്ന് പറയുകയാണ്. അവളങ്ങനെ തർപ്പിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഭവാനിക്ക് തോന്നി തൻ്റെ മകൾ വെറുതെ പറയുന്നതായിരിക്കും, അവൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വിന്നായം പോലെ കണ്ടതായിരിക്കും. അവളെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് മുകളിലേക്ക് പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കാര്യം നടന്നിരുന്നു കേട്ടോ. അതായത് അഞ്ജന വന്നിട്ട് ഈ സംഗീതയോടും ഭവാനിയോടും കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് നമ്മൾ മുകളിൽ കണ്ട ഈ നൈനയും ടീമും താഴെ ഇറങ്ങി വരികയും ഇവർ കാണാതെ തന്നെ ഇവരങ്ങ് പുറത്തേക്ക് കയറി പോവുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഞ്ജനയും ഭവാനിയും മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഈ നൈനയെയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ സ്ത്രീയെയും ആ പുരുഷനെയും ഒന്നും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഭവാനിയോട് അഞ്ജന പറയുന്നുണ്ട്, അമ്മ അവരിവിടെയാണ് ഇരുന്നിരുന്നത്, സത്യമാണ് അമ്മേ ഞാൻ പറയുന്നത്. അമ്മ വേണമെങ്കിൽ ഇവിടെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിലെ ആ ക്യാമറ ഒന്ന് നോക്കി അമ്മക്ക് കാണാൻ കഴിയും. ഇത് കേൾക്കുന്ന ഭവാനിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി വല്ല CID കളിക്കുകയാണോ? നീയോ ഞാനോ എന്താ വല്ല CBIയോ അതോ വല്ല പോലീസുകാരോ? നമ്മൾ വന്നിങ്ങ് പറയുമ്പോഴേക്കും അവരവരുടെ CCTV ഒക്കെ എടുത്ത് കാണിച്ചു തരാൻ. അമ്മയ്ക്കൊന്ന് പറയാലോ, നമ്മൾക്ക് കാണാതെ പോയ ഒരു പെൺകുട്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞതെന്നൊക്കെ. എൻ്റെ പൊന്നഞ്ജനെ, നീ ഈ വിഷയം വെറുതെ പറഞ്ഞ് വഷളാക്കരുത്. ഇതെങ്ങാനും ആ താഴെ ഇരിക്കുന്ന ആ മുത്തശ്ശിയും ആ മോളും കൂടിയും കേട്ടാലുണ്ടല്ലോ, ഇപ്പം തന്നെ അജയ് വിളിച്ച് പറയും. അപ്പം ഞാൻ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ പോലീസും പട്ടാളമൊക്കെ ഇവിടെ എത്തുകയും ഈ CCTV പരിശോധിക്കുകയും ഈ വന്ന പെണ്ണിൻ്റെ പിന്നാലെ അവനെങ്ങാനും പോയി കഴിഞ്ഞാൽ നീ ഈ പറയുന്ന പോലെ അത് നൈനയെങ്ങാനും ആണെങ്കിൽ അവൻ പടിയ തോന്നിയേക്കാളും സ്പീഡിൽ അവളെയും പിടിച്ച് വീട്ടിലേക്ക് വരും. പിന്നെ നിനക്കും അവനും വേണ്ടി കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ശുഭമുഹൂർത്തം ഉണ്ടല്ലോ, അന്ന് നടക്കാൻ പോകുന്ന താലികെട്ട് നൈനയുടെയും അജയുടെയും ആയിരിക്കും. അതിന് ആശീർവാദവും നിലവിളക്കിനൊപ്പം താലം പിടിക്കാൻ നീയും കൂടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുകയാണ്. അഞ്ജന അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അപ്പോൾ ഞങ്ങളുടെ കല്യാണ ദിവസം, ഞങ്ങളുടെ വിവാഹ ദിവസം ഈ പറയുന്ന മുഹൂർത്ത സമയത്ത് അവൾ കയറി വന്നാലോ? അഞ്ജനയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഭവാനി ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ഭവാനിക്ക് അതിലെന്തെങ്കിലും സത്യമുണ്ടാവുമോ എന്ന് ഭവാനി ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഭവാനി തൻ്റെ മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ രണ്ടാളും ഇപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് വളരെ വിഷയം ഉണ്ടാക്കും. നിനക്ക് ഈ അമ്മയെ അറിയാലോ, ഇവിടം വരെ ഈ അമ്മയ്ക്ക് ഇതെത്തിക്കാമെങ്കിൽ നിൻ്റെ വിവാഹം വരെ അങ്ങനെ ഒരാൾ വരാതിരിക്കാനും, വിവാഹം വരെ എന്നല്ല മോളെ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും അങ്ങനെ ഒരാൾ വരാതിരിക്കാനും ഈ അമ്മയ്ക്കറിയാം. നീ ഇപ്പോൾ തൽക്കാലം സമാധാനമായിട്ട് സംഗീതയുടെ ഇരിയത്തേക്ക് തന്നെ പോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുകയാണ്. നിൻ്റെ കയ്യിൽ അവളുടെ ഫോട്ടോ എങ്ങാനും ഉണ്ടോ? അവൻ്റെ മുറിയിൽ നിന്നും എടുത്തതോ അങ്ങനെ എന്തെങ്കിലും നിൻ്റെ ഫോണിൽ കിടപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഞ്ജന പറയുന്നുണ്ട്, എൻ്റെ ഫോണിലില്ല അമ്മേ, അജയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കിടക്കുന്നുണ്ട്. അമ്മയ്ക്ക് വേണോ? ഫോട്ടോയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭവാനി പറയുകയാണ്, അതെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. നീ എനിക്ക് ആ ഫോട്ടോ ഒരെണ്ണം എടുത്ത് സെൻഡ് ചെയ്ത് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നാൽ പകുതി സ്റ്റെപ്പ് എത്തിയപ്പോഴേക്കും അഞ്ജന തൻ്റെ ഫോണിൽ നിന്നും അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് നൈനയുടെ ഒരു ഫോട്ടോ അയച്ചിരുന്നു. ആ ഫോട്ടോയും നോക്കിക്കൊണ്ട് ഭവാനി അവിടെ തന്നെ ഒന്ന് സ്റ്റെക്കായി. എന്നാൽ അഞ്ജന താഴേക്ക് ഇറങ്ങി സംഗീതയുടെ അരികിലേക്ക് പോവുകയും ചെയ്തു. അഞ്ജന തൻ്റെ അരികിൽ നിന്നും പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഭവാനി ആ ഫോട്ടോയുമായി തിരിച്ച് ഈ പറയുന്ന ഡയമണ്ട് സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി ചെല്ലാണ്. ആ ഫോട്ടോ അവിടെ നിൽക്കുന്ന സെയിൽസ് ബോയിയാണ് അവിടെ നിന്നിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കുറച്ച് മുമ്പ് ഈ പെൺകുട്ടി ഇവിടെ വന്നായിരുന്നു എന്ന്.
അയാൾ ഒന്ന് ആലോചിക്കുക പോലും നിൽക്കാതെ പറയുന്നുണ്ട്, ആ അധികം സമയമായില്ലല്ലോ മാഡം, ഒരു 10-15 മിനിറ്റോ ആയിട്ടുണ്ടാവുള്ളൂ. അവരിവിടെ വന്നിട്ട് അവർക്ക് കളക്ഷൻ നോക്കിയിട്ട് അവർ ഉദ്ദേശിച്ച കളക്ഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി പോവുകയും ചെയ്തു. അവരടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരു കളക്ഷൻ ഞങ്ങൾക്ക് മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് വരുത്താൻ കഴിയുകയാണെങ്കിൽ അവരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പറയുകയാണ്. ഇത് കേട്ടതോടെ ഭവാനിയുടെ പകുതി ശ്വാസം നിലച്ചൊരവസ്ഥയായി. ഭവാനി പതുക്കെ ഒരു ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം ആ പയ്യനോട് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പതിയെ ഇങ്ങ് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഭവാനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. നയന് ജീവിച്ചിരിപ്പുണ്ടെന്നാണോ ഈ പറയുന്നതിനൊക്കെ അർത്ഥം? അപ്പം അന്ന് സംഭവിച്ചതൊക്കെ? ഭവാനി തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് തന്നെ കമലിനെ ഡയൽ ചെയ്യുന്നുണ്ട്. കമാലു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭവാനി ചോദിക്കുകയാണ്, കമാലെ, എനിക്ക് ഉടനെ തന്നെ നിന്നെ കാണണം. ഇവിടെ സംഭവിക്കുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന്. കമാല് ചോദിക്കുന്നുണ്ട്, മേഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലേ ഭൂമിയുടെ കാര്യത്തിൽ ചാടിക്കയറി നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഇപ്പോൾ തൽക്കാലം എനിക്കറിയേണ്ടത് ഭൂമിയുടെ കാര്യമല്ല, അന്ന് നൈനയ്ക്ക് എന്ത് സംഭവിച്ചെന്നാണ്. കമാലു പെട്ടെന്നായിപ്പോയി തൻ്റെ കാതിലേക്ക് ആ പേര് ഒരിക്കൽ കൂടി കേട്ടത്. കമാലു ഒന്ന് ഞെട്ടി, തൻ്റെ യജമാനത്തിയോട് എന്ത് പറയണമെന്നറിയാതെ. എന്നാൽ പെട്ടെന്നായിരുന്നു സംഗീത വന്ന് ഭവാനിയെ വിളിക്കുന്നത്. സംഗീതയുടെ വിളി കേട്ട് ഭവാനി കമാലിനോട് പറയുന്നുണ്ട്, കമാലെ, എനിക്കിന്ന് വൈകുന്നേരം തന്നെ നിന്നെ കാണണം. കാണാറുള്ള സമയത്ത് വൈകുന്നേരം 5 മണിക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതയുടെ അരികിലേക്കായി നടന്നു പോവാണ് ഭവാനി. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കരുതേ. ശുഭദിനം കൂട്ടുകാരെ.